ചരപ്പഞ്ചിറ റിലീസായിട്ട് 46 കൊല്ലങ്ങളായി. ഹരിഹരനാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇവിടെ ചെന്നൈയിൽ വെച്ചാണ്, ഇവിടെ ഒരു മ്യൂസിക് കോളേജിൽ വെച്ചാണ് പടം എടുത്തത്. വളരെ വളരെ നന്നായി കുറേ ദിവസം ഓടിയൊരു പടമാണ്. ഇപ്പോൾ ഡിജിറ്റലിൽ അവരെടുക്കുകയാണ് ഈ പടം. പുതിയതായിട്ട് കാണാം. നല്ല കഥയാണ്. ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ടൈപ്പ് ഓഫ് കഥയാണ് ഇത്. തെലുങ്കിലും ഹിന്ദിയിലും ഞാൻ ചെയ്ത റോളിലൊന്ന് ഹേമാമാലിനി ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഷയിലും വളരെ നന്നായി ഓടിയൊരു പടമാണിത്. ഇതിൽ സത്താറിൻ്റെ ആദ്യത്തെ പടമാണ്. അതിനുശേഷം സത്താർ വലിയ ഹീറോ ആയി. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു ഈ പടം റിലീസായതും ഇത്ര ദിവസം ഓടിയതൊക്കെ. ശരപ്പഞ്ചിറൊക്കെ പുതിയതായിട്ട് എടുക്കുന്നുണ്ട് അല്ലേ? എന്ത് ഇതിലാണ് എടുക്കുന്നത്? 4K ഡിജിറ്റൽ എടുക്കാണ് അല്ലേ? மியூசிக் எல்லாம் வந்து டால்பி அட்மாஸ்ல பண்ணிருக்கோம். டால்பி அட்மாஸ்பியர். உங்களுக்கு தியேட்டர் எக்ஸ்பீரியன்ஸ் அருமையா இருக்கு. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് ഈ പടം ഇങ്ങനെ എടുക്കണമെന്ന്, ഈ പടം ഇങ്ങനെ ചെയ്യണമെന്ന്? പക്ഷേ ഓൾഡ് ഈസ് ബ്യൂട്ടിഫുൾ, ഗോൾഡ് ഈസ് நம்ம இந்த ஆல்ரெடி நம்ம இது சினிமா லவர், நம்ம பழைய படங்கள்ல மறுபடியும் மீண்டும் நல்ல படங்கள் மக்கள் காணணும் அப்படின்ற வேண்டி நம்ம வந்து இந்த பிசினஸ் பண்ணி. கரெக்ட். இப்போ கூட எங்க ஃப்ரெண்ட் ஒருத்தர் வந்து பூனே போயிருக்காங்க. அங்க எங்க பழைய படங்கள்லாம் அப்படி புதுசு மாதிரி, அதாவது நான் வரதுக்கு முன்னே இருக்க காலக்கட்டம் ஹரிச்சந்திரான்னு ஒரு படம் இருப்பாங்க, அப்படி புது பிரிண்ட் எடுத்து வச்சிருக்காங்களா. ஆனா പക്ഷേ മലയാളത്തിൽ നിന്ന് ആരും പോയി അത് കാണാനോ അതൊന്ന് ഒരു പടം കാണാൻ 1000 രൂപ കൊടുക്കണം. അവിടെ ഇരുന്ന് അവിടെ തിയേറ്ററിലൊക്കെ അടുത്ത് ചെയ്ത് നല്ല ഒരു കോഫി ടീ ഒക്കെ തരുന്നവര് ഒരു നല്ല തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന പോലെ കണ്ണിൽ 1000 രൂപ കൊടുക്കണം. പക്ഷെ ഇത്രയും ചെലവ് ചെയ്ത് അവിടെ പൂനെയിൽ പോയി എടുക്കാനായിട്ടുള്ള മലയാള സർക്കാർ അവിടത്തെ ഉള്ള ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും തോന്നുന്നു. இந்த சரபஞ்சரம் படத்துல நீங்க ஜெயின் சாரோட நடிச்ச அந்த உங்களுக்கு அந்த எப்படி இருந்தது மேடம்? அந்த ശരപ്പഞ്ചിറം വന്നതിന് ശേഷം ഞാൻ എവിടെ പോയാലും, ഞാൻ ചില ടോക്ക് ഷോനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ കാണിക്കുന്നത് വെച്ചാൽ ഒരു കുതിര, ഒരു ഹോസില്ലേ, അതിനൊരു ഇങ്ങനെ ജയനിങ്ങനെ തേക്കുന്ന ഒരു ഷോട്ടുണ്ട്. പടം കണ്ടല്ലോ? ആ ഷോട്ടാണ്. ആ ഒരു കുതിരയും വെച്ചുകൊണ്ട് അതാണ് ഒരു പീസ്. അതായത് ഞാനൊന്ന് ചെമ്മീനിലെ എൻ്റെ കൊച്ചു മുതലാളി എന്ന് പറയുന്ന പോലെ ഇതില് ജയൻ വന്ന് ഈ കുതിര ഇങ്ങനെ തേക്കുന്നതും ഞാനിങ്ങനെ നിന്ന് നോക്കുന്ന ഷോട്ടാണ് എവിടെ പോയാലും അവരിടുന്നത്. நீங்க அதுல வந்து ஒரு குதிரை சவாரி செய்வீங்க இல்லையா? ആണോ? ഞാൻ കുറെ കാലമായി പടം കണ്ടിട്ട്. நீங்க அதுல குதிரை சவாரி செய்வீங்க, அவ உங்களுக்கு வந்து அவர் கத்து கொடுப்பாரு. ഓ അങ്ങനെയാണോ? ഞാൻ കാണുന്ന പടം ഒന്നുകൂടെ കാണണം എനിക്ക്. இந்த படம் உங்களுக்கு அந்த ரிலீஸ் ஆனபோது അല്ല, ഇത് വന്ന് മലയാളത്തിലാണ് എല്ലാ ഭാഷയിലും നിങ്ങൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓൾ വേൾഡ് മലയാളത്തിൽ തന്നെ. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ അത് മലയാളം തന്നെ ആയിരിക്കും. ഓ അത് ശരി, വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും മലയാളം മനസ്സിലാവുന്നുണ്ട്. തമിഴും മലയാളവും കുറേ സാമ്യമുള്ളതാണ്. അപ്പൊ നമുക്ക് മലയാളം അറിയുമെങ്കിൽ തമിഴ് അറിയുമെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് തമിഴാണ് മലയാളമാണ്. അതായത് തെലുങ്കോ കന്നഡ കൂടെ കുറച്ചുകൂടെ, തെലുങ്കിനേക്കാൾ ഇത് ഹിന്ദി കുറേ പാടാണ് മലയാളികൾക്ക് മനസ്സിലാവാനായിട്ട്, തമിഴ്മാർക്ക് മനസ്സിലാക്കാൻ. പക്ഷെ മലയാളവും തമിഴും ഒരുപാട് ഒരു കൂടെ പറഞ്ഞ സഹോദരന്മാരിയാണ് മാതിരിയാണ്. இந்த படம் அந்த ரிலீஸ் ஆன சமயத்துல அப்போ பெரிய பிளாக் பஸ்டர் ஆச்சு. ஆமாமா. இப்போ மறுபடியும் ரீ-ரிலீஸ் பண்ணும்போது மக்களோட எதிர்பார்ப்பு. நீங்க ஓடிடில தான் ரிலீஸ் பண்ண போறீங்க? தியேட்டர்லயேவா? more than 100 theaters பக்கம் ரிலீஸ் ஆகும். ஓ, தியேட்டர்லயே ரிலீஸ் பண்ண போறீங்களா? கிரேட். ஓ வெரி குட். இங்க சென்னையில ரிலீஸ் பண்ண போறேன். கூப்பிடுங்க. சென்னை ஷீலா மேடம் இப்ப புதுசா சரபஞ்சத்துல வர போறாங்க. ஆமா. ரொம்ப சந்தோஷமா இருக்கு, கேட்கறதுக்கே சந்தோஷமா இருக்கு. ஆர்டிஸ்டுக்கு மட்டும் மரணமே இல்லைங்க. அவங்களுக்கு வந்து எத்தனை காலமானாலும், இப்போ நசீர் சாரா இருந்தாலும் சரி, சிவாஜி சாரா இருந்தாலும் சரி, அவங்கெல்லாம் இன்னும் உயிரோடு இருக்காங்க. எம்ஜிஆர் சாரா இருந்தாலும் சரி, எல்லாரும் உயிரோடு இருந்து நம்ம பார்த்துட்டே இருக்கிறோம். அவங்க பேசுறதும் நடக்கிறதும். ஆர்டிஸ்டுக்கு மட்டும் மரணம் இது கிடையாதுங்க. பேசிட்டே இருப்போம். உண்மையிலே ஒரு நல்ல படம் சரபஞ்சரம். ஆமா, ரொம்ப நல்ல படங்க. நல்ல கதை,
அது டைரக்டர் கூட ரொம்ப நல்ல டைரக்டர், ஒரு பெரிய டைரக்டர், நல்ல டைரக்ஷன். இன்னும் அதோட பேக்ரவுண்டு அது அந்த ஒரு பெரிய ஒரு பெங்களாவில் நடக்கிற மாதிரி தான். இங்கே சென்னையில் மியூசிக் காலேஜில் தான் எடுத்தாங்க. ரொம்ப நல்லா இருந்தது அந்த படம். பார்த்தா தான் உங்கள் பிளெஸிங்ஸ் கண்டிப்பாக எங்களுக்கு வேணும். கண்டிப்பாக ஏப்ரல் 25 வேர்ல்டு ஃபுல்லாக இந்த படம் ரிலீஸ் ஆகும். நீங்கள் மலையாள மக்களுக்காக இந்த படத்தை பற்றி சொல்லுங்கள். അതാ മലയാള മക്കൾക്കാകെ മലയാളികൾ മിക്കവാറും എൻ്റെ ജനറേഷനിലുള്ളവരെല്ലാവരും ഈ പടം കണ്ടു കാണും. മിക്കവാറും പേര് കുറേ പേര് കണ്ടാലേ ഒരു പടം സക്സസ് ആവുള്ളൂ. 4-5 പേര് കണ്ടാൽ ഈ പടം സക്സസ് ആവില്ല. പക്ഷേ മലയാളികളായ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ പുതിയ ഡയറക്ടർമാർ, പുതിയ ക്യാമറാമാൻമാരും ഇവരൊക്കെ കണ്ട് കുറേ പഠിക്കേണ്ട ഒരു പടമാണ്. ഹരിഹരൻ സാർ എങ്ങനെയൊക്കെയാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോറി എങ്ങനെയാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് വൾഗർ, കുറച്ചൊരു ഒരുമാതിരി സബ്ജക്റ്റാണ്. പക്ഷെ അതൊരു വൃത്തികേടില്ലാതെ അവരെങ്ങനെയാണ് കൊണ്ടുപോയിരിക്കുന്നത്, അതൊക്കെ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ കാണേണ്ട ഒരു പടമാണ്. ഓക്കെ, താങ്ക് യു.